ഹോ അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നുണ്ടല്ലോ, ഇന്നല്ല, രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് രാവിലെ കിടക്കാൻ പറ്റില്ല. ആ കൂട്ടി കിടക്കണവനുണ്ടല്ലോ എന്നെ കൂവി 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 എണീപ്പിക്കും. പിന്നെ സ്കൂളിലൊക്കെ പോകണല്ലോ, അതുകൊണ്ട് കിടക്കാനും പറ്റില്ല. അപ്പോൾ അവനെ എങ്ങനെയും ചട്ടിയിലാക്കിയാൽ ചിലപ്പോൾ കിടക്കാൻ പറ്റുമായിരിക്കും. എടാ കൂവടാ. എൻ്റെ അലാറവും ടൈം പീസും ഒക്കെ ആ കൂട്ടി കിടക്കണവനാണ് കേട്ടോ. എടാ കൂവടാ, ഒന്നൂടെ കൂവടാ. കൂവാൻ പറഞ്ഞാൽ കൂവില്ല. നല്ല അനുസരണ, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല. എന്നാൽ വെളുപ്പിനേറ്റ് എൻ്റെ തലയ്ക്കുമ്പാത്ത് കിടന്ന് കൂന്ന് കൂവലും തുടങ്ങും. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാവിലത്തെ അനുസരണയുണ്ട്, കൂവുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ചെറിയ മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണുന്നത്. കാണിക്കാൻ പോകുന്നത് അല്ല, ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ രണ്ട് പേര് എന്നോട് പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫോ കിച്ചൺ വ്ളോഗോ ഒക്കെ ചെയ്യാൻ. എന്നോട് പറഞ്ഞാൽ എട്ടം ബലം നോക്കാതെ ഞാൻ ചെയ്തിരിക്കും, സത്യം. അപ്പോൾ നമുക്ക് കിച്ചൺ വ്ളോഗും കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഉണ്ടല്ലോ, ചായക്കുള്ള വെള്ളവും കുടിക്കാനുള്ള പിള്ളേർക്ക് കൊണ്ടുള്ള കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒരുമിച്ചാണ് കേട്ടോ വെക്കണത്. കുടിക്കാനുള്ള വെള്ളം മാറ്റിവിട്ട് ചായക്ക് വെള്ളം ഇടും. ഇന്നലത്തെ മീൻകറി ചൂടാക്കാൻ നേരത്തെ ഗ്യാസിലേക്ക് വെച്ചപ്പോഴേ വലിയ ഗ്യാസിൻ്റെ ഫ്ലെയിം പപ്പാന്നും പറഞ്ഞിരുന്ന് അടിക്കണു. ഇനി ഗ്യാസ് തീർന്നോന്ന് നോക്കിയപ്പം അത് അപ്പുറത്തെ ഫ്ലെയിം കത്തിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വലിയ ഫ്ലെയിമിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അടിച്ചു പോയി എന്ന് തോന്നുന്നു. ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത പണി കിട്ടുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. പക്ഷേ ആ വിഷമമൊക്കെ വിഷമിച്ചുകൊണ്ടിരുന്ന ആൾ വിഷമിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. രാവിലത്തെ കാര്യമൊന്നും നടക്കത്തില്ല. അത് കഴിഞ്ഞ് റൈസ് കുക്കറിൽ നിന്ന് ചോറൊക്കെ എടുത്ത് ഇച്ചിരി അകലം വെള്ളം കൂടി വെച്ച് ഒന്നും കൂടി ചൂടാവാൻ വേണ്ടി വെച്ചു കേട്ടോ. എന്നിട്ട് കഞ്ഞി വാർക്കുമ്പോൾ നല്ല ചോറ് നല്ല പൂ പോലെ ഇരുന്നോളുവേ. അത് കഴിഞ്ഞ് മീൻകറി തിളച്ചു എന്നോർത്ത് ഫ്രിഡ്ജിൽ നിന്ന് അടുപ്പിലേക്ക് സാധനം വെക്കാൻ വേണ്ടി ചെറുപയർ തലേദിവസം വെള്ളത്തിയിട്ടുണ്ടായിരുന്നേ. തലേദിവസമല്ല, 2-3 ദിവസമായിരുന്നു. അപ്പോൾ അത് ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഫ്രിഡ്ജിലേക്ക് കയറ്റിയായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പയറെടുത്തുകൊണ്ട് വന്നിട്ടും എൻ്റെ മീൻകറി തിളച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണേ, സങ്കടത്തിലൊക്കെ നിൽക്കുമ്പോൾ മീൻകറിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പയ്യെ ഫ്ലെയിം അങ്ങ് കുറച്ചിട്ട് പയറൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി കുക്കറിനകത്തേക്ക് വെച്ച് നോക്കുമ്പോൾ അത് അടപ്പ് കാണുന്നില്ല. അവസാനം തപ്പിത്തെറിഞ്ഞ അടപ്പൊക്കെ കിട്ടി. ഞാനങ്ങനെ അടപ്പെടുത്തൊക്കെ അടച്ച് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അത് കൈയോടെ തന്നെ ഊറ്റി വാഷ് ബേസിൻ്റെ അവിടെ വെച്ച് കഞ്ഞി വാർത്തിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരമുണ്ട്. എങ്ങാനും കഞ്ഞിവെള്ളം ചാടിയിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിനകത്തേക്ക് തന്നെ കഴുകി വിടാം. എങ്ങനെയുണ്ട്? പിന്നെ കുടിക്കാനുള്ള വെള്ളം മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് ചായയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് അപ്പൂനെ ഒന്ന് വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. ഇപ്പം വിളി തുടങ്ങിയാലാണ് പയ്യെ ഒന്ന് ഞെരങ്ങി മൂളിയൊക്കെ ഏറ്റ് വരുവുള്ളൂ. അപ്പോൾ ചായ ഇട്ടിട്ട് പോയി വിളിക്കുവാണെങ്കിൽ കയ്യോടെ തന്നെ അവർക്ക് ചായയും കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്ത് നോക്കിയപ്പോൾ പഞ്ചസാര ഇല്ലായിരുന്നു. അങ്ങനെ പഞ്ചസാരയൊക്കെ നമ്മൾ പൊട്ടിച്ച് ടിന്നിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. തലേദിവസം തന്നെ എടുത്ത്, അങ്ങനെയല്ല, ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം മഞ്ഞളും മുളക് പൊടിയും ഒക്കെ കൂട്ടി തിരുമ്മി അങ്ങ് വെച്ചു. ഒരു 10 മിനിറ്റ് പുറത്തിരിക്കുവാണെങ്കിൽ പിന്നെ എടുത്ത് വറക്കുമ്പം കുഴപ്പമില്ലല്ലോ. വറക്കാൻ വേണ്ടി ഫിഷ് മസാലയും കൂടി ഇടാൻ വേണ്ടി നോക്കാൻ പോയതാണ്. അപ്പോഴത്തേക്കും എന്താ പറയുക, ആ ടിന്ന് തുറക്കാൻ വേണ്ടി മടിയായിപ്പോയി. എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. മഞ്ഞളും മുളകും ഉപ്പും മാത്രമായിട്ട് വറക്കാമെന്ന് ഓർത്തേ. പക്ഷേ ഫിഷ് മസാലയും കൂടി ഇടുമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ടിന്ന് തുറക്കാനുള്ള മടിയും കൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് പോന്നു തിരിച്ച്. അത് കഴിഞ്ഞിട്ട് പപ്പടം നല്ല കുഞ്ഞായിട്ട് നുറുക്കി വേഗം വറുത്ത് കോരി മാറ്റിയേ. പിള്ളേർക്ക് ഇങ്ങനെ വറക്കണ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വറക്കുമ്പോൾ എന്താ പറയുക, ബബിൾ പൊങ്ങി വരും. എനിക്കിഷ്ടമാണ് അങ്ങനെ ബബിൾ ഇങ്ങനെ പൊങ്ങി വന്നത്. പക്ഷേ ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമല്ല. പപ്പടം പൊടിക്കുമ്പോഴത്തേക്കും മുഴുവൻ ചെതറി പോകും അമ്മേ എന്ന് പറയും. പുട്ടുപൊടി തന്നെ എടുക്കത്തില്ല കേട്ടോ. പുട്ടും അതിൻ്റെ ഇച്ചിരി കൂടുതൽ റവയും കൂടെ എടുക്കും. അപ്പോൾ നമുക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം. പുട്ടുപൊടി തന്നെ പുട്ടുണ്ടാക്കി ഇഷ്ടമല്ല. പക്ഷേ റവയും കൂടെ ഉണ്ടെങ്കിൽ ആ റവയുടെ ടേസ്റ്റും കൊണ്ട് പുട്ട് തിന്നോളൂ എല്ലാവരും.
ഞാനുണ്ടല്ലോ ഈ പുട്ടുപൊടി റവയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ചുരുക്കി മുറുക്കെ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെക്കുവേ. അന്നേരം കാറ്റ് കയറത്തില്ല, പ്രാണി കയറത്തില്ല, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ടിന്നിനകത്തൊന്നും ഇട്ട് അടച്ച് വെക്കത്തില്ല കേട്ടോ. ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി ടിന്നിനകത്തേക്ക് അടച്ച് വെക്കും. എന്നിട്ട് ഞാൻ വേഗം തേങ്ങയൊക്കെ ചിരണ്ടി അങ്ങ് എടുത്തു, തോരനും പുട്ടിനും ഒക്കെ വേണ്ടി. അമ്മ ഒരു കഥ പറഞ്ഞു തരുമായിരുന്നു. പണ്ട് അമ്മയുടെ വീടിനടുത്തെങ്ങാണ്ട് ഉള്ള ഒരു ചേച്ചി ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടി കലമൊന്നും ശരിക്കും കഴുകാതെ അതിനകത്തൊന്നും നോക്കാതെ ചുമ്മാ അതിനകത്തേക്ക് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തെന്തോ അച്ചിളോ ഒച്ചോ എങ്ങാണ്ട് കയറിയിരുന്ന് അപ്പോൾ അതിനെയും കൂടെ ഇട്ട് പുഴുങ്ങിയോ അങ്ങനെ എന്തോ വിഷമായിട്ട് അവരൊക്കെ മരിച്ചതാന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. പുട്ടും കലമൊക്കെ വൃത്തിയായിട്ട് കഴിയട്ടെ അതിൽ പിന്നെ ഞാൻ എടുക്കുകയുള്ളൂ. അത് കേട്ട പിന്നെ എന്തോ ആ ഒരു കാലത്ത് പുട്ടും അത് തിന്നാനും മടിയായിരുന്നു കേട്ടോ. ആ കഥയൊക്കെ കേട്ടെ പിന്നെ ഞാൻ ഓർത്തു വൃത്തിയായിട്ട് കഴിയാൻ മതിയല്ലോ എന്നോർത്ത് ഞാൻ പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കലൊക്കെ തുടങ്ങിയതാണ്. അപ്പോൾ വെള്ളം ചൂടാവട്ടെ. അങ്ങനെ ഞാൻ അടുത്ത പണി നോക്കുമ്പോഴാണ് അപ്പു ചീപ്പും ഒക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് മുടി കെട്ടിത്താമേന്നും പറഞ്ഞ് വന്നത്. അവൾക്കിന്ന് സ്പോർട്സാണ്. അപ്പോൾ ചിയർഗേളായിട്ട് ചെത്താൻ വേണ്ടി പോണതാണ് കേട്ടോ. വൈറ്റ് ബനിയനും ബ്ലാക്ക് ട്രാക്ക് സ്യൂട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മേ ഈ സ്പോർട്സുകാരെ കെട്ടണ പോലെ നല്ല പോണിറ്റയിൽ മുച്ചിയിൽ മുടി കെട്ടിത്തരാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കണാണേ. പിന്നെ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പുട്ടൊക്കെ ആക്കി പയറിന് വേണ്ട ചുവന്ന മുളകും ഉള്ളിയും ഒക്കെ ചതച്ചൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് വാട്ടിയിട്ട് ശക്കല എണ്ണയും കൂടെ പച്ചവെളിച്ചെണ്ണയായിട്ട് ശക്കല എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തേ. അത് പയ്യെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കയ്യോടെ നല്ല നമ്മുടെ ചെറുപയറൊക്കെ ഇട്ട് നല്ല ഒലത്തി ഇങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ചടപടേന്ന് പറഞ്ഞ് നമ്മുടെ പുട്ടും കൂടെ ചുട്ട് മാറ്റുന്നുണ്ടായിരുന്നേ. കാരണം സമയം പോയി രാവിലത്തെ ഒരു പരിപാടി. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെറുപയറിൻ്റെ മുകളിലേക്ക് ശക്കല ഇങ്ങനെ തേങ്ങയും കൂടി ഇങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും അപ്പു വിശക്കും അമ്മേന്ന് പറഞ്ഞ് വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടും പയറും പപ്പടവും ഒക്കെ അങ്ങ് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം കഴിക്കണം, ബസ് വരാറായി. ബസ് വന്നില്ലെങ്കിലല്ല, താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവിടേണ്ടി വരും, സ്പോർട്സ് ഇന്ന് വെള്ളത്തിലാകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ വേഗം കഴിക്കട്ടെ എന്നോർത്ത് ഞാൻ വേറെ അടുത്ത പണി നോക്കിയേ. അത് കഴിഞ്ഞ് ചായയും കൂടെ കൊണ്ട് കൊടുത്തു കേട്ടോ. അല്ല ഇപ്പോൾ പുട്ടൊക്കെ തൊണ്ടയിൽ കുടുങ്ങുമെന്നും പറഞ്ഞ് ഞാൻ വേഗം ചായയൊക്കെ കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞതേ കാപ്പി കുടിക്കണ നേരം കൊണ്ട് ബാക്കി കറിയൊക്കെ അവൾക്ക് വെച്ച് കൊടുക്കണം, സെറ്റാക്കണം എന്നോർത്ത് എണ്ണയൊക്കെ ചൂടായി ഒന്ന് കൈയൊക്കെ വെച്ച് നോക്കി മീനൊക്കെ കൈയോടെ വറുത്ത് പൊരിച്ചൊക്കെ എടുത്തു. അടുത്ത അടുപ്പിൽ കുക്കർ വെച്ചേക്കണമെന്ന് കഴിഞ്ഞാൽ ചക്കക്കുരുവാണ്. നല്ല ചക്കക്കുരു മുരിങ്ങയിലയും തോരൻ വെക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ അതേ ചക്കക്കുരുവൊക്കെ വെന്ത് മാറ്റി ചീഞ്ചട്ടി വെച്ചു. തോരനുള്ള മുരിങ്ങയിലയും തേങ്ങയും മുളകും ഒക്കെ ഒതുക്കിയതും ഒക്കെ ചക്കക്കുരു ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് അങ്ങ് മൂടി വെച്ചു കേട്ടോ. ഇവിടെ മിക്ക ദിവസവും മുരിങ്ങയിലയുടെ ഐറ്റംസ് ആട്ടോ. മുരിങ്ങയിലയും പരിപ്പ്, മുരിങ്ങയിലയും ചക്കക്കുരു. മിക്ക ദിവസവും എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മുരിങ്ങയില കറികളായിരിക്കും. ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടവുമാണ്. അങ്ങനെ ദേ അപ്പൂൻ്റെ ലഞ്ച് ബോക്സിലെല്ലാം മുരിങ്ങയിലും ചക്കക്കുരുവും തോരനും നെയ്മീൻ വറുത്തതും പപ്പടവും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവൾക്ക് മീൻകറി ഇഷ്ടമല്ല കേട്ടോ. മീൻകറി ഉള്ള ദിവസം അവൾ എന്നോട് നേരത്തെ പറയും, അമ്മേ എനിക്ക് വേറെ എന്തെങ്കിലും കറി മതി കേട്ടോ, മീൻകറി വെക്കല്ലേ എന്ന് പറയേ. അപ്പൂൻ്റെ പുറകെയുള്ള ഓട്ടം കഴിഞ്ഞ് വന്ന് ഞാൻ കയ്യോടെ ഗ്യാസും അതൊക്കെ അങ്ങ് തുടച്ചങ്ങിട്ട്, അല്ലെങ്കിൽ പിന്നെ മടിയാകും. ആ കയ്യോടെ അങ്ങ് ചെയ്തിടുവാണെങ്കിൽ ആ പണി അങ്ങ് തീരുമല്ലോ. അപ്പൂനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിലാക്സായിട്ട് ഞാൻ ആ കസേരയിലൊരു ഇരിപ്പുണ്ട് കേട്ടോ, ചായയൊക്കെ ആയിട്ട്. അന്നേരം കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവളെ അങ്ങ് വിട്ട് കഴിഞ്ഞ് എല്ലാ പണിയും കുറച്ചൊക്കെ ഇങ്ങനെ പണിയൊക്കെ ഒതുങ്ങിയില്ലോ എന്നിങ്ങനെ ഓർത്ത് ഇങ്ങനെ ആലോചിച്ച് വേറെ അടുത്ത എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവേ. അത് കഴിഞ്ഞിട്ട് അഭിത്തേട്ടനുള്ള ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു. മുരിങ്ങയിലത്തോരനും തരണ്ടി, പക്ഷേ ഫ്രിഡ്ജിലിരുന്ന് ഉറച്ചു പോയി. ശാലും വെച്ച് കൊടുക്കാം. അച്ചാർ ഇഷ്ടമല്ല, എന്നാലും ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ. ഭംഗിക്ക് 2 ഏത്തപ്പഴം കൂടെ കുത്തി കയറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ അച്ചാർ. അഭിത്തേൻ്റെ പാത്രത്തിന് ഒരു ചെറിയൊരു ഇളക്കമുണ്ട് കേട്ടോ. ഇളക്കം എന്ന് പറഞ്ഞാൽ അത് വേണ്ടാതെ. അപ്പോൾ ഇത് പേപ്പർ കഷ്ണം വെച്ച് കൊടുത്താൽ പലരും തുറന്നു പോകും. പേപ്പർ കഷ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ പാത്രം അടച്ചാൽ കുഴപ്പമില്ല, ഓക്കെ. ഒരിക്കലും തുറന്നു പോവരുത്. പപ്പടവും മീൻകറിയും ഒക്കെ ആയിട്ട് അഭിത്തേട്ടൻ്റെ കാര്യം ക്ലോസ് ചെയ്തു എന്നല്ല, പാത്രം ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് നാളെയും ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.